മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി. വാശി മാറ്റിവെച്ച ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി പദം നൽകും. അജിത് പവാറും ഉപമുഖ്യമന്ത്രി. മറാഠ വിഭാഗത്തിന് കൂടുതൽ മന്ത്രിമാരെ നൽകണമെന്ന് വിനോദ് താവ്ഡെ. ഡൽഹിയിൽ നിർണായക യോഗം. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞ വൈകിട്ട്. പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. ബംഗാൾ ചുഴലിക്കാറ്റിന് മുന്നോടിയായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു. തമിഴ്നാട്ടിൽ 2000 ഏക്കറിലെ കൃഷി നശിച്ചു. ചുഴലിക്കാറ്റ് മറ്റന്നാൾ തീരം തൊടും. കനത്ത ജാഗ്രതയിൽ ദുരന്ത നിവാരണ വിഭാഗം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ഉടൻ. തട്ടിയെടുത്ത പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തീരുമാനം. വഴിവിട്ട് പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ പരിശോധന തുടരുന്നു. പെൻഷൻ ലഭിക്കാൻ സഹായിച്ചവർക്കെതിരെയും നടപടിയുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് 2022-ൽ. മറുപടി ലഭിച്ചത് 2 വർഷം വൈകി കഴിഞ്ഞയാഴ്ച. ഗത്യന്തരമില്ലാതെ ഫാക്ടറി പൂട്ടി വ്യവസായി. വീടും സ്ഥലവും ലേലം ചെയ്ത് ബാങ്കും. കൊടുവള്ളിയിൽ സ്കൂട്ടർ യാത്രക്കിടെ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. മുത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ച് സ്വർണം തട്ടിയത് കടയടച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ. കൊള്ള നടത്തിയത് കാറിലെത്തിയ 4 അംഗ സംഘം. നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രത്തിൽ കയറിയ കള്ളനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സംഭവം ഉദയൻകുളങ്ങര ഇലങ്കം ഭഗവതി ക്ഷേത്രത്തിൽ. സീപ്ലെയിൻ പദ്ധതിക്ക് സ്വാഗതമോദി പുറക്കാടിന് പിന്നാലെ കൈനകരി പഞ്ചായത്തും. പദ്ധതി നടപ്പാക്കാൻ പശ്ചാത്തല സൗകര്യമേറെ. മെഗാ ടൂറിസം പദ്ധതിയുടെ കെട്ടിടങ്ങളും ടെർമിനലും സീപ്ലെയിനായി ഉപയോഗിക്കാം. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ന്യൂസ് 18 വാർത്താ പരമ്പര തുടരുന്നു. ചൂരൽമല ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താൻ ബാക്കി 47 പേരെയെന്ന് സർക്കാർ കണക്ക്. കാത്തിരിപ്പ് തുടർന്ന് ബന്ധുക്കൾ. തെരച്ചിൽ തുടരുകയോ മരിച്ചതായി പ്രഖ്യാപിക്കുകയോ ചെയ്യണമെന്നും ആവശ്യം. സർക്കാർ ഇടപെടുമെന്ന പ്രതീക്ഷയിൽ ദുരന്തഭൂമിയിലെ ഉറ്റവർ. മറന്നോ വയനാടിനെ? ന്യൂസ് 18 പരമ്പര.